ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സ്മരണാഞ്ജലിയുമായി തലസ്ഥാനത്ത് പ്രത്യേക പ്രാർത്ഥനയും അനുസ്മരണ സംഗമവും. ലൂർദ് ഫെറോന ദേവാലയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. പാളയം സെയിന്റ് ജോസഫ്സ് കത്തീഡ്രൽ ദേവാലയത്തിലും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. ഫ്രാൻസിസ് പാപ്പയുടെ സ്മരണകൾ നിരമ്പിയ വേദിയിൽ കക്ഷി രാഷ്ട്രീയങ്ങൾക്കും മതവ്യത്യാസങ്ങൾക്കും അതീതമായി ഏവരും പങ്കുവച്ചത് ലാളിത്യത്തിന്റെയും എളിമയുടെയും ഓർമ്മകൾ. ക്രിസ്തുവിന്റെ സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊണ്ട മഹാമനുഷ്യനാണ് ഫ്രാൻസിസ് പാപ്പയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. The departure to celebrate in a way the departure of a great soul. It has always been said that it is the celebration of the great souls when they depart from the earth. ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗം ലോകത്തിന്റെ മുഴുവൻ നഷ്ടമെന്ന് മാർത്തോമാ സഭ ബിഷപ്പ് ഐസക് മാർ പീലക്സിനോസ്. ഒരു ജനകീയനായ പരമാധ്യക്ഷൻ എന്ന രീതിയിൽ കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല മറ്റ് സഭകൾക്കും സർവ മനുഷ്യർക്കും വളരെയധികം ആദരവും സന്തോഷവും വെളിപ്പെടുത്തിയതായ ഒരു ജീവിതമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തെ നാം കാണുന്നുണ്ട്. ചക്രവർത്തിയെ പോലെ അന്തസ്സും ദാസിനെ പോലെ വിനയവും ഉള്ള മഹാമനുഷ്യനായിരുന്നു ഫ്രാൻസിസ് പാപ്പയെന്ന് സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി. ഒരേ സമയം തന്നെ ഏറ്റവും അത്യുന്നതമായ സ്ഥാനത്തിരിക്കുകയും എന്നാൽ തന്റെ ലാളിത്യവും വിനയവും കൊണ്ട് ഏറ്റവും ചെറുതായി നമ്മളോടൊപ്പം ഒപ്പം സഹവസിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വം. അദ്ദേഹം വിശേഷങ്ങൾക്ക് അതീതനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തോടെ ലോകത്തിന്റെ ആത്മീയ നേതാവിനെയാണ് നഷ്ടമായതെന്നും വിവിധ സമൂഹങ്ങൾക്കിടയിലെ ആഗോള പാലമായിരുന്നു ഫ്രാൻസിസ് പാപ്പയെന്നും പാളയം ഇമാം ഡോക്ടർ വി.പി. സുഹൈബ് മൗലവി. വലിയ നാവോടുകൂടി ഒരുപാട് പറയാൻ കഴിയുന്ന, പറയുക എന്നതിനപ്പുറത്ത് നമ്മളൊക്കെ വലിയൊരു പ്രചോദനമായിട്ട് തന്നെ സ്വീകരിച്ചിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ച് നമുക്ക് അനുസ്മരിക്കേണ്ടത്. ഫ്രാൻസിസ് പാപ്പയെ അനുസ്മരിച്ചുകൊണ്ട് പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന പ്രത്യേക ദിവ്യബലിയിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികനായി. ന്യൂസ് 18 തിരുവനന്തപുരം.